إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. ദീനിന്റെ വിഷയങ്ങളിൽ ഇടപെടേണ്ടത്, അതിൽ സംസാരിക്കേണ്ടത്, ദീനിന്റെ നിയമങ്ങളിൽ ഫത്വ നൽകേണ്ടത്, ദീനിൽ അതിയായ അറിവുള്ള, കൃത്യമായ വിജ്ഞാനമുള്ള ദീനിന്റെ അഹ്ലുകാരായ പണ്ഡിതന്മാരാണ്. അള്ളാഹുവിന്റെ ദീനിൽ അറിവില്ലാതെ സംസാരിക്കുക, അറിവില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക, അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുവിന്റെ റസൂലേ പറയുക, എന്റെ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങൾ അത് പ്രത്യക്ഷവും പരോക്ഷവുമായ മ്ലേച്ഛവൃത്തികളാണ്. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അനാവശ്യമായ രീതിയിൽ പിടിച്ചുപറിയും അക്രമവും അതുപോലെ തന്നെയുള്ള തിന്മകളും അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു ഒരു രേഖയും ഒരു തെളിവും അവതരിപ്പിക്കാതെ അല്ലാഹുവിൽ നിങ്ങൾ പങ്കുചേർക്കുക എന്നുള്ളതും അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുക എന്നുള്ളതും അല്ലാഹു ഹറാമാക്കിയ കാര്യമാണ്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു തിന്മകളിൽ ഏറ്റവും അടിസ്ഥാനപരമായ തിന്മകളെ കുറിച്ച് പറയുകയാണ്. ഏറ്റവും ഗൗരവം പറഞ്ഞ കാര്യം ആദ്യം പറയുകയും ശേഷം ഗൗരവം കൂടിയത് അതിനുശേഷം പറയുകയും ശേഷം ഏറ്റവും ഗൗരവമുള്ളത് അതിനുശേഷം പറയുകയും ചെയ്യുക എന്ന ക്രമമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പാലിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ മനുഷ്യരും തങ്ങളോട് തന്നെ ചെയ്യുന്ന മ്ലേച്ഛവൃത്തികൾ, രഹസ്യമായി പരസ്യമായി ചെയ്യുന്ന അക്രമങ്ങൾ, അത് ഗുരുതരമായ തെറ്റാണ്. അതിനേക്കാൾ ഗൗരവമുള്ള തെറ്റാണ് മറ്റുള്ള ആളുകളോട് അക്രമം കാണിക്കുക എന്നുള്ളത്. അവരുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട്, അവരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ ആക്രമിക്കുക എന്നുള്ളത്
സ്വന്തം ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവം നിറഞ്ഞതാണ്. അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കുചേർക്കുക എന്നുള്ളത്. അതിനേക്കാളും ഗൗരവമായ കാര്യമാണ് അല്ലാഹുവിന്റെ പേരിൽ അറിവില്ലാതെ അറിയാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത്. ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ദീനിന്റെ കാര്യങ്ങളിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഗുരുതരമായ തിന്മയായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നു, വലാ തഖൂലു ലിമ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങളുടെ നാട്ടിൽ വന്ന കാര്യം, നിങ്ങളുടെ നാട്ടിന് തോന്നിയ കാര്യം, അതിൽ വന്നത് ഇന്നത് ഹറാമാണ് ഇന്നത് ഹലാലാണ് എന്നിങ്ങനെ നിങ്ങൾ കളവ് പറയരുത്. അങ്ങനെ കളവ് പറയൽ ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നത് പോലെയാണ്. അറിവില്ലാതെ നാവിൽ വന്നത് ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്നിങ്ങനെ ഒരു തെളിവുമില്ലാതെ അറിവില്ലാതെ പറയുക എന്നുള്ളത് റബ്ബിന്റെ പേരിൽ കളവ് പറയുന്നതാണ്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ല, അവർ തീരെ നഷ്ടത്തിലായിരിക്കും. അറിവില്ലാതെ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും അത് മുഖേന റബ്ബിന്റെ പേരിൽ ദീനിന്റെ പേരിൽ കളവ് പറയുകയും ചെയ്യുക എന്നുള്ളത് അത് നഷ്ടത്തിന്റെ അടിസ്ഥാനമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ. അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമകാരിയായി മറ്റാരാണുള്ളത്? ഏറ്റവും വലിയ അക്രമമായി കൊണ്ടാണ് അല്ലാഹു പറയുന്നത് റബ്ബിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുക. ദീനിൽ അറിവില്ലാതെ സംസാരിച്ചുകൊണ്ട് റബ്ബിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമം ചെയ്തവനായി മറ്റാരുമില്ല എന്ന. അങ്ങനെ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയും, ദീനിൽ അറിവില്ലാതെ സംസാരിക്കുന്ന ആളുകൾ ഉലൈക അല്ലദീന ഉലൈക യുഅറദൂന അലാ റബ്ബിഹിം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ അവർ പ്രദർശിപ്പിക്കപ്പെടും. വയഖൂലു അശ്ഹാദു ഹൗലാഇ അല്ലദീന കദബു അലാ റബ്ബിഹിം. അവർക്കെതിരിൽ സാക്ഷി പറയുന്ന ആളുകൾ പറയും, ആ മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്കെതിരായ സാക്ഷികൾ പറയും, ഇവരാണ് അല്ലാഹുവിന്റെ മേലിൽ കളവ് കെട്ടിച്ചമച്ച ആളുകൾ. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. ളാലിമീങ്ങളായ അക്രമകാരികളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. നോക്കൂ സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ പേരിൽ ദീനിന്റെ പേരിൽ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. അറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നിൽ നമ്മൾ പോകുവാൻ പാടില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ അത് സംസാരിക്കുവാൻ പാടില്ല. കാരണം നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് അറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നിൽ നീ പോകേണ്ടതില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ബുദ്ധിയുമെല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യങ്ങൾ അത് പറഞ്ഞു നടന്ന് നമ്മുടെ തിന്മകൾ അത് വർദ്ധിക്കുന്നത് നമ്മൾ അതിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളം പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിനെ ഒറ്റയടിക്ക് ജനങ്ങളിൽ നിന്ന് പിടിച്ചുയർത്തുകയില്ല ചെയ്യുക. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അല്ലാഹു അറിവിനെ ഉയർത്തുക ആ അറിവുള്ള ഉലമാക്കളെ മരിപ്പിച്ചുകൊണ്ടാണ്, അവരെ ഉയർത്തിക്കൊണ്ടാണ്. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ. അങ്ങനെ ഒരു ആലിമും ഒരു പണ്ഡിതനും അവശേഷിക്കാത്ത സാഹചര്യം വരും. ഇത്തഖദൻ നാസു റൂസൻ ജുഹാല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ജനങ്ങൾ തമ്പര വിഡ്ഢികളായ ദീനിൽ യാതൊരു അറിവുമില്ലാത്ത വിഡ്ഢികളെ അവർ നേതാക്കന്മാരായി സ്വീകരിക്കും.
فسئلوا فافتوا بغير علم فضلوا واضلوا. അങ്ങനെ അറിവില്ലാതെ ഇവർ ഫത്വ കൊടുക്കാൻ തുടങ്ങും. ആളുകൾ ഇവർ അറിവുള്ളവരാണ് എന്ന് കരുതി അവരോട് ഫത്വ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ അറിവില്ലാതെ ഫത്വ നൽകുകയും അവർ സ്വയം വഴിവിളക്കുകയും മറ്റുള്ള ആളുകളെ വഴിവിളപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു ഹദീസാണ്. എല്ലാ ആളുകളും ദീനിന്റെ പേരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീൻ അറിയാത്തവരും ദീനൊന്നും പഠിക്കാത്തവരും ദീനിന്റെ അടിസ്ഥാനങ്ങൾ പോലും കൃത്യമായി അറിയാത്തവൻ ദീൻ പഠിക്കുന്നതിന് വേണ്ടി കുറച്ചു സമയം പോലും മാറിയിരിക്കാത്തവൻ അവൻ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ദീനിന്റെ കാര്യത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അവന്റെ പേജിൽ അവന് തോന്നിയത് ദീനിന്റെ പേരിൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുവേണ്ടി അറിവില്ലാത്ത ആളുകൾ ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഗ്രൂപ്പുകൾ, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ ഗ്രൂപ്പുകൾ. അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ അറിവില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ജനങ്ങളാകട്ടെ ഇവരിൽ വഞ്ചിതരാകുകയാണ് ചെയ്യുന്നത്. ഒരാൾ ഒരു ചാനൽ തുടങ്ങി, ഒരു പേജ് തുടങ്ങി, അതിൽ എന്തെങ്കിലും ഒരു ദീനിന്റെ സംസാരം ഇടുമ്പോഴേക്ക് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു ഇവൻ ദീനിന്റെ കാര്യത്തിൽ വലിയ അറിവുള്ളവനാണ്. ജനങ്ങൾ അവനോട് ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനതാ ഒരു പേടിയും മടിയുമില്ലാതെ അവൻ മറുപടി പറയുന്നു. ഞാൻ അറിവില്ലാത്ത കാര്യങ്ങളാണ് വന്നത് എങ്കിൽ അവനതാ ഇന്റർനെറ്റിൽ AI സംവിധാനങ്ങളോട് ചോദിക്കുന്നു. എന്നിട്ട് ആ ചോദ്യം, അതിനുള്ള ഉത്തരം, അത്തരം നിർമ്മിത ബുദ്ധികൾ നൽകിയ ഉത്തരം അതവൻ അവന്റെ പേജിൽ ഷെയർ ചെയ്യുന്നു. ഗുരുതരമായ അപകടങ്ങളാണിത്. നമ്മൾ ദീൻ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾക്കറിവില്ല എങ്കിൽ ഉലമാക്കളോട്, അറിവുള്ള ആളുകളോട്, പഠിച്ച ആളുകളോടാണ് ചോദിക്കേണ്ടത്. ഏതെങ്കിലും നിർമ്മിത ബുദ്ധികളോടല്ല ചോദിക്കേണ്ടത്. അതിൽ ശരിയും തെറ്റും ഉണ്ടാകും. ശരിയും തെറ്റും കൂട്ടിക്കുഴച്ച് അത് ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത്, അങ്ങനെ അറിവില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ളലാലത്തിന്റെ തുടക്കമാണ്. അതുമൂലം വലിയ അപകടങ്ങൾ ഉണ്ടാകും. ദീനിലും ദുനിയാവിലും വലിയ ഗൗരവകരമായ ദുഷ്ഫലങ്ങൾ അത് മുഖേനയുണ്ടാകും. ഒരിക്കൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖറജ്നാ ഫീ സഫരിൻ ഫഅസാബ റജുലൻ മിന്നാ ഹജറുൻ ഫശജ്ജഹു ഫീ റഅസിഹി. ഞങ്ങളൊരു യാത്രയിലായിരിക്കെ ഞങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ തലയിൽ ഒരു കല്ല് വന്നു വീണു. ആ കല്ല് വന്നതിന്റെ പേരിൽ, ആ കല്ല് വന്ന് വീണതിന്റെ കാര്യത്തിൽ അയാളുടെ തലയിൽ വലിയ മുറിയുണ്ടായി. അദ്ദേഹം കിടന്നുറങ്ങി. സുമ്മഹ്തലം, അയാൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഫസഅല അസ്ഹാബഹു ഫഖാല ഹൽ തജിദൂന ലി റുഖ്സതൻ ഫി തയമ്മും. രാവിലെ എഴുന്നേറ്റപ്പോൾ കൂടെയുള്ള ആളുകളോട് ചോദിച്ചു, സഹാബികളോട് ചോദിച്ചു, ഞാൻ സ്വപ്നസ്ഖലനം എനിക്ക് സംഭവിച്ചു, അപ്പൊ തയമ്മും ചെയ്യാൻ, കുളിക്കാതിരിക്കാൻ എനിക്ക് വല്ല ഒഴിവുകഴിവുമുണ്ടോ? എന്റെ തലയിൽ വലിയ മുറിവുണ്ട്. വെള്ളം തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രക്തസ്രാവമുണ്ടായി വലിയ മുറിവായി ഞാൻ ചിലപ്പോൾ എനിക്ക് അപകടമുണ്ടാകും. അതുകൊണ്ട് തയമ്മും ചെയ്യാൻ എനിക്ക് വല്ല റുഖ്സയും ഒഴിവുകഴിവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കൂടെയുള്ള ആളുകൾ പറഞ്ഞു, മാ നജിദു ലക റുഖ്സ, താങ്കൾക്കൊരു റുഖ്സയുമില്ല. വഅൻത തഖ്ദിറു അലൽ മാ, താങ്കൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുമല്ലോ, വെള്ളം മുന്നിലുണ്ടല്ലോ, കുളിക്കണം, തയമ്മം ചെയ്യാൻ ഒരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കുളിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലമ്മാ ഖദിംനാ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്ബിറ ബിദാലിക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തിയപ്പോൾ ഞങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, ഖതലു ഖതലഹുമുല്ലാഹ്,
അവർ അറിവില്ലാതെ ഒരു വിഷയത്തിൽ ഫത്വ കൊടുത്തതിന്റെ പേരിൽ അവർ ആ പാവത്തിനെ കൊന്നുകളഞ്ഞു. അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. ശക്തമായ വാചകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അലാ സാലു ഇദാ ലം യഅലമു. അവർക്കറിയില്ലായിരുന്നെങ്കിൽ അറിവുള്ള ആളുകളോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മ എന്ന രോഗത്തിനുള്ള മരുന്ന് അത് ചോദിച്ച് പഠിക്കൽ മാത്രമാണ്. നമുക്ക് കൃത്യമായ അറിവില്ലാതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ മുസീബത്തുണ്ടാക്കും. നമുക്കറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ചു പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് ചോദിക്കപ്പെട്ടാൽ ഒരു മടിയുമില്ലാതെ എനിക്കറിയില്ല എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയില്ല എന്ന് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ ബിലാദി ഖൈറുൻ വഅയ്യുൽ ബിലാദി ശർറുൻ. ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഏതാണ് അല്ലാഹുവിന്റെ റസൂലേ? ഏറ്റവും നല്ല സ്ഥലങ്ങൾ ഏതാണ്? ഏറ്റവും മോശമായ സ്ഥലങ്ങൾ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. നോക്കൂ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളവരായ അല്ലാഹുവിന്റെ റസൂൽ എനിക്കറിയില്ല എന്ന് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, ഏതാണ് ഏറ്റവും നല്ല സ്ഥലങ്ങൾ, ഏറ്റവും ചീത്ത സ്ഥലങ്ങൾ ഏതാണ്? ജിബ്രീൽ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. പ്രവാചകന്മാരിലേക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ ലാ അദ്രി എന്ന് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. മുൻഗാമികളിൽപ്പെട്ട ഒരാളോട് ഇങ്ങനെ ഒരുപാട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ലാ അദ്രി എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചു, എപ്പോഴും ഇങ്ങനെ ലാ അദ്രി എനിക്കറിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി എനിക്കറിയില്ല എന്ന് പറയാൻ ഞാൻ എന്തിന് ലജ്ജിക്കണം? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാര്യങ്ങളുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മലായിക്കത്തുകളോട് ചോദിച്ചപ്പോൾ മലായിക്കത്തുകൾ അല്ലാഹുവിനോട് ലാ നദ്രി എന്ന് പറയാൻ ഞങ്ങൾക്കറിയില്ല എന്ന് പറയാൻ ഒരു ലജ്ജയും കാണിച്ചിട്ടില്ല. പിന്നെ എന്തിന് ഞാൻ ലജ്ജിക്കണം എന്നതാണ് മുൻഗാമികൾ അവരുടെ നിലപാടതായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ ഉസ്ദിൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫൻതദിരിസ് സാഅ. കാര്യങ്ങൾ അതിന്റേതല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ അപ്പോൾ നീ അന്ത്യദിനം പ്രതീക്ഷിച്ചു കൊള്ളുക. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് കാര്യങ്ങൾ അതിന്റേതല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെടുക എന്നുള്ളത്. ഇന്ന് അറിവുള്ള ആളുകൾ പണ്ഡിതന്മാരുടെ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് യാതൊരു വിജ്ഞാനവും തൊട്ടുതീണ്ടാത്ത ആളുകളാണ്. യഥാർത്ഥ പണ്ഡിതന്മാർ അവഗണിക്കപ്പെടുന്ന അവസ്ഥയാണ്. കാര്യങ്ങൾ അതിന്റേതല്ലാത്ത ആളുകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ നീ അന്ത്യദിനം സൂക്ഷിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ദീനിൽ അതിൽ അറിവുള്ള ആളുകൾ സംസാരിക്കട്ടെ, പണ്ഡിതന്മാർ സംസാരിക്കട്ടെ, അവർ അതിൽ ഇടപെടട്ടെ, അവർ അതിൽ ഫത്വ നൽകട്ടെ. അറിവില്ലാത്ത സാധാരണക്കാരായ പാമരന്മാരായ ജനങ്ങൾ മിണ്ടാതിരിക്കട്ടെ. ഇതിനർത്ഥം ഒരാളും ദഅവത്ത് ചെയ്യേണ്ട, ഒരാളും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ട എന്നല്ല. കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാം. കൃത്യമായ തെളിവോടുകൂടി ഇസ്ലാമിൽ സ്ഥാപിതമായി സ്ഥിരപ്പെട്ട ഹറാമുകൾ അത് വിലക്കാം. കൃത്യമായ അറിവിന്റെയും ഉൾക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിൽ തൗഹീദിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കാം. നമ്മൾ പറഞ്ഞതെന്താ? ഇവിടെ നമ്മൾ വിശദീകരിച്ചത് അറിവില്ലാത്ത കാര്യങ്ങളിൽ പണ്ഡിതന്മാർ മാത്രം ഇടപെടുക. നമുക്കറിവില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുക.
എല്ലാ കാര്യത്തിനും ദീനിന്റെ കാര്യത്തിനും അഭിപ്രായം പറയുക, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുക, ഒരു ധാരണയുമില്ലാത്ത വിഷയത്തിൽ കയറി ഇടപെടുക എന്നിങ്ങനെയുള്ള അതിരിവിട്ട അലസത, ഈ വിഷയത്തിലുള്ള അതിരിവിട്ട അലസതയാണ് പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങേയറ്റം ഗൗരവം പുലർത്തിയ കാര്യമാണ് ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധ കാണിക്കുന്ന വിഷയം. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല അദ്ദേഹം പറയുകയാണ്, അദ്റക്തു 20 و100 من أصحاب رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 120ഓളം സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. فما كان منهم محدث إلا ود أن أخاه قد كفتاه الحديث. അതിൽ സംസാരിക്കുന്ന ആളുകൾ, ദീനിന്റെ പേരിൽ ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകൾ, അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഞാനല്ലാത്ത ഒരാൾ ഈ വിഷയം സംസാരിക്കട്ടെ എന്നായിരുന്നു. വലാ മുഫ്തിൻ ഇല്ലാ വദ്ദ അന്ന അഖാഹു ഖദ് കഫാഹു അൽഫുത്യ. ഫത്വ കൊടുക്കുന്ന സഹാബികൾ അവർ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നത് ഞാനല്ലാത്ത ഒരാൾ, എന്റെ സഹോദരങ്ങളിൽപ്പെട്ട ഒരാൾ ഞാൻ പറയുന്നതിന് പകരം ഫത്വ പറഞ്ഞിരുന്നെങ്കിൽ എന്നതാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. നോക്കൂ, വലിയ ഗുണപാഠമുള്ള കാര്യമാണ്. സഹാബികൾ പോലും ദീനിന്റെ കാര്യത്തിൽ സംസാരിക്കുവാൻ പേടിച്ചിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് ഉസ്മാൻ ഇബ്നു ആസിം അദ്ദേഹം പറയാണ്, ഇന്ന അഹദഹും ലയുഫ്തി ഫിൽ മസ്അല. ഇന്നതാ ചില ആളുകൾ ഒരു മസ്അല വന്നാൽ ഉടനെ ഫത്വ പറയാൻ ഇറങ്ങി പുറപ്പെടുക. എന്നാൽ വലൗ വറദത് അലാ ഉമർ, അവർക്ക് ചോദിക്കപ്പെട്ട ആ വിഷയം, ആ ചോദ്യം അതെങ്ങാനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്കാണ് എത്തിയിരുന്നത് എങ്കിൽ ലജമഅ ലഹാ അഹ്ലൽ ബദർ, ബദരീങ്ങളായ സഹാബികൾ വിളിച്ചുകൂട്ടി അവരോടൊക്കെ ചർച്ച ചെയ്തിട്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയാറുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹം പറയാണ്, ഉസ്മാൻ ഇബ്നു അബി ആസിം, ഇന്ന് ചില ആളുകൾക്ക് ലഭിക്കുന്ന ചോദ്യം, ആ ചോദ്യം ലഭിച്ച ഉടനെ ഫത്വ നൽകുക. എന്നാൽ ഇതെങ്ങാനും ഉമറിന്റെ അരികിലേക്കാണ് ഈ ചോദ്യം എത്തിയിരുന്നത് എങ്കിൽ ആ ചോദ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ, ഫത്വ നൽകാൻ ബദരീങ്ങളായ ശ്രേഷ്ഠരായ സ്വഹാബികളൊക്കെ വിളിച്ചുകൂട്ടി അവരോട് ചർച്ച ചെയ്തിട്ടാണ് അത്തരം ചോദ്യങ്ങളിൽ അദ്ദേഹം മറുപടി പറയുകയുള്ളൂ എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കാണിച്ച സൂക്ഷ്മതയാണിത്. സ്വഹാബികൾ ചര്യ എങ്ങനെയായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മത്തിലെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട സഹാബിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്നു ഉമർ അദ്ദേഹത്തിനോട് അനന്തരാവകാശ നിയമത്തിൽ വല്ല ചോദ്യം ചോദിച്ചാരെങ്കിലും വന്നാൽ തന്നേക്കാൾ താഴെത്തട്ടിലുള്ള താബിഈയായ സഈദ് ഇബ്നുൽ മുസയ്യിബിലേക്ക് ആളവിടുന്ന പറഞ്ഞത്. നോക്കൂ, സഈദ് ഇബ്നുൽ മുസയ്യിബ് അദ്ദേഹം താബിഈയാണ്, ഇബ്നു ഉമർ സഹാബിയാണ്. പക്ഷെ എങ്കിലും തനിക്ക് കൃത്യമായി അറിവില്ലാത്ത, അതല്ലെങ്കിൽ തനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ തന്നേക്കാൾ അറിവുള്ള ആളുകളിലേക്ക് പറഞ്ഞയക്കുക സൂക്ഷ്മതയുടെ ഭാഗമാണ്. ഇപ്പം മീറാത്തിന്റെ വിഷയത്തിൽ, അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് അഗാധമായ അറിവുള്ള സഹാബിയായിരിക്കും.
സൂക്ഷ്മതയുടെ ഭാഗം. സംസാരിച്ചാൽ അബദ്ധം പണഞ്ഞു പോകുമോ എന്ന പേടി കാരണം തന്നേക്കാൾ അതിൽ മികച്ച ആളിലേക്ക് ആളെ പറഞ്ഞയക്കാൻ. ഉഖ്ബത്ത് ഇബ്നു മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുകയാണ്, സഹിബ്തു ഇബ്നു ഉമർ 34 ശഹറൻ, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഏകദേശം 34 മാസം ഞാൻ ജീവിച്ചു. فكان كثيرا ما يسأل فيقول, അദ്ദേഹത്തിനോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ അദ്ദേഹം മിക്ക ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറയാറുള്ളത് ലാ അദ്രി എന്നാണ്. എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നിട്ട് ഒരിക്കൽ അദ്ദേഹം എന്നോട് രഹസ്യമായി പറഞ്ഞു, അതദ്രി മാ യുരീദു ഹഉലാ, നമ്മളോട് ധാരാളമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? യുരീദൂന അൻ യജ്അലൂ ദുഹൂറനാ ജിസ്റൻ ഇലാ ജഹന്നം, അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പാലമായി നരകത്തിന്റെ മുകളിൽ അവർ നമ്മളെ ആക്കി തീർക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരാൾ ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ അബദ്ധം പറഞ്ഞ് എന്തെങ്കിലും സംസാരിച്ചാൽ അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഒരു ഉപദ്രവവുമില്ല. പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ നരകത്തിൽ പോകാൻ വരെ അത് കാരണമായേക്കും. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ, ചോദ്യം ചോദിക്കപ്പെടുന്ന ആളുകൾ, അവരെ നരകത്തിലേക്ക് തള്ളിയിട്ട് സുഖമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം ഭയത്തോടുകൂടി മറുപടി കൊടുക്കുകയാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, ആരാണ് അദ്ദേഹം? മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ രണ്ടാമനാണ്. ഇമാമു ദാരിൽ ഹിജ്റ, മദീനയിലെ വലിയ ഇമാമായിരുന്നു. ഇമാമു ദുനിയ ഫീ സമാനി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ദുനിയാവിലെ ഏറ്റവും വലിയ ഇമാമായിരുന്നു അദ്ദേഹം. ഇമാം ഷാഫിഈയുടെ ഉസ്താദാണ്. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ. ആ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അരികിലേക്ക് 6 മാസം യാത്ര ചെയ്ത് ഒരു നാട്ടിൽ നിന്നൊരു വ്യക്തി എത്തുകയാണ്. ആ വ്യക്തി അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്റെ ജനങ്ങള് 6 മാസം യാത്ര ചെയ്ത് ഇവിടെ പറഞ്ഞയച്ചത് എനിക്കുള്ള ചെലവും യാത്രാ ചെലവുകളും വാഹനങ്ങളൊക്കെ നൽകി ഇവിടെ പറഞ്ഞയച്ചത് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണ്. അങ്ങനെ അയാൾ 40ഓളം ചോദ്യങ്ങൾ ചോദിച്ചു. 30-ൽ പരം ചോദ്യങ്ങൾക്ക് ഇമാം മാലിക് പറഞ്ഞ മറുപടി എനിക്കറിയില്ല എന്നാണ്. ഈ വ്യക്തി അത്ഭുതത്തോട് കൂടി ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടുകാരോട് പോയി ഞാൻ എന്താണ് പറയുക? ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിന്റെ വാഹനവുമായി നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുക. എന്നിട്ട് വാഹനപ്പുറത്തിരുന്ന് നിന്റെ അങ്ങാടികളിൽ നീ വിളിച്ചു പറയുക, അന്ന മാലികൻ ലാ യദ്രി, മാലിക്കിന് ഒന്നും അറിയില്ല എന്ന് നീ വിളിച്ചു പറഞ്ഞു എന്നാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി. ഇമാമിങ്ങൾ എത്രത്തോളം ഇത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, അറിയില്ല എന്ന് നിങ്ങൾ പറയുകയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അയ്യു സമാഇൻ തുളില്ലുനി വഅയ്യു അർദിൻ തുഖില്ലുനി ഇദാ ഖുൽതു ഫീ കിതാബില്ലാഹി ബിഗൈരി ഇൽം. അല്ലാഹുവിന്റെ ഖുർആനിലുള്ളത് അറിവില്ലാതെ ഞാൻ പറഞ്ഞാൽ എനിക്ക് തണൽ നൽകുവാൻ, എന്നെ താങ്ങി നിർത്തുവാൻ ഏത് ആകാശവും ഏത് ഭൂമിയുമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അറിവില്ലാതെ ഒരു കാര്യം സംസാരിക്കാൻ അവർ ഭയപ്പെട്ടിരുന്നത് ഈ രൂപത്തിലാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ പറയുകയാണ്, മൻ അലിമ ഇൽമൻ ഫൽയുഅല്ലിമുഹു الناس, ആരെങ്കിലും കൃത്യമായി ഒരു അറിവ് പഠിച്ചാൽ അവൻ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. വഇയ്യാഹു അൻ യഖൂല മാ ലാ ഇൽമ ലഹു ഫയംറുഖ മിന الدين, അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് അവൻ ശ്രദ്ധിക്കട്ടെ, സൂക്ഷിക്കട്ടെ. അറിവില്ലാതെ ആളുകളോട് സംസാരിക്കുക എന്നുള്ളത് അവനെ ദീനിൽ നിന്ന് തെറിപ്പിച്ചു കളയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അയ്യുഹൻ നാസ്, ജനങ്ങളെ, മൻ അലിമ ശൈഅൻ ഫൽയഖുൽ ബിഹി,
കൃത്യമായി അറിവുണ്ട് എങ്കിൽ നിങ്ങൾ പറയുക. വമൻ ലം യഅലം ഫൽയഖുൽ അല്ലാഹു അഅലം. അറിവില്ലാത്ത ആളുകൾ അല്ലാഹു അഅലം, എന്നേക്കാൾ കൂടുതൽ അറിയുന്നവൻ അല്ലാഹു ആണ് എന്ന് പറയട്ടെ. ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അല്ലാഹു ആണ് എന്നവൻ പറയട്ടെ എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇദാ സുഇൽതും അമ്മാ ലാ തഅലമൂന ഫഹ്റുബു. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കപ്പെട്ടാൽ നിങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുക. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് ഓടി രക്ഷപ്പെടുക? അദ്ദേഹം പറഞ്ഞു, തഖൂലൂന അല്ലാഹു അഅലം, അല്ലാഹു അഅലം എന്ന് നിങ്ങൾ പറയുക എന്നുള്ളതാണ്. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ രക്ഷപ്പെടുന്നതിന്റെ രീതി എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ കൃത്യമായി അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് ഇന്ന് ജനങ്ങൾക്കിടയിൽ തീരെ ഗൗരവമില്ലാത്ത ഒരു കാര്യമായി മാറിയിരിക്കും. മുൻഗാമികളായ പണ്ഡിതന്മാർ അവരെ കുറിച്ച് പറഞ്ഞതായി കാണാം, ഖുർആനിലോ ഹദീസിലോ കൃത്യമായി ഇത് ഹലാലാണ് ഹറാമാണ് എന്ന് വരാത്ത കാര്യങ്ങളെ കുറിച്ച് ഹലാൽ ഹറാം എന്നിങ്ങനെ പറയാൻ അവർ പേടിച്ചിരുന്നു എന്നാണ്. നേരിട്ടത് ഹറാമാണ്, നേരിട്ടത് ഹലാലാണ് എന്ന് പറയുകയില്ല. നേരെ മറിച്ച് എന്റെ പഠനത്തിന് ശേഷം എനിക്ക് ബോധ്യപ്പെട്ടത്, തെളിവുകൾ അത് ചേർത്ത് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് അത് ഇന്ന കാര്യമാണ്, അതല്ലെങ്കിൽ ഞാനത് വെറുക്കുന്നു, അതല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു എന്നിങ്ങനെയുള്ള വാക്കുകളാണ് കൃത്യമായ ഖുർആനിൽ ഹറാം ഹലാൽ എന്നിങ്ങനെ വരാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ മറുപടി പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് നോക്കൂ, ഇന്ന് ചില ആളുകൾ ഭൗതികമായ ചില കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഹലാലായ കാര്യങ്ങൾ അത് ഹറാമാണ് എന്ന് പറയാൻ, ശാസ്ത്രീയമായ കാര്യങ്ങൾ മുൻനിർത്തി ഹലാലായ ഇന്ന കാര്യം അത് കുടിക്കാൻ പാടില്ല, അത് ഹറാമാണ്, ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. ദീനിൽ യാതൊരു തെളിവുമില്ലാത്ത, കൃത്യമായ ഹറാം ഹലാൽ എന്നിങ്ങനെ പരാമർശമില്ലാത്ത ഒരു പണ്ഡിതന്മാർ പോലും ഹറാം എന്ന് പറയാത്ത കാര്യങ്ങൾ ചില ആളുകൾ ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ചത് ഹറാമാണ് എന്ന് പറയാം. എത്ര ഗൗരവമുള്ള കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ, ഇയ്യാക അൻ തഖൂല ലക ഖൗലുൻ ലൈസ ലക ഫീഹി ഇമാം. നിനക്ക് മുമ്പ് ഒരു ഇമാമും ഇന്നേ അവരെ പറഞ്ഞിട്ടില്ലാത്തൊരു വാദം നിനക്കുണ്ടാകുന്നത് നീ പേടിക്കണം. സ്വയം ഗവേഷണം ചെയ്ത് ഖുർആനും ഹദീസൊക്കെ സ്വയം ഗവേഷണം ചെയ്ത് സ്വന്തം അഭിപ്രായത്തിൽ ഒരു നിയമം അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ ഒരു മടിയുമില്ലാതെ ഘോരഘോരമായി പ്രസംഗിക്കുക. അദ്ദേഹത്തിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ച ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടോ? അങ്ങനെ ഉണ്ടാവുകയില്ല. ഇത് ഗുരുതരമായ അപകടമാണ്. ദീനിന്റെ വിഷയത്തിൽ അലസമായി ദീനിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിന്റെ ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് വലുത് ഖുർആനും സുന്നത്തും പണ്ഡിതന്മാരുടെ അഖ്വാലുകളുമാണ്. സ്വന്തം അഭിപ്രായങ്ങൾക്ക്, സ്വന്തം കാഴ്ചപ്പാടുകൾക്ക് ഇസ്ലാമിൽ യാതൊരു വിലയുമില്ല. അതുകൊണ്ടാണ് എന്റെ അഭിപ്രായം, എന്റെ കാഴ്ചപ്പാട്, എന്റെ ഒരു മനസ്സിലാക്കൽ എന്നിങ്ങനെ പറഞ്ഞ അറിവില്ലാതെ സംസാരിക്കുന്ന ആളുകളോട് ചില പണ്ഡിതന്മാർ ചോദിച്ചു, മൻ അൻത ഹത്താ യകൂന ലക റഅയ്. നീ ആരാണ്? നിനക്കൊരു കാഴ്ചപ്പാട്, സ്വന്തം ഒരഭിപ്രായം, നിനക്കൊരു വീക്ഷണം എന്ന് പറയാൻ മാത്രം ദീനിൽ നീ ആരാണ്? നിന്റെ നിലവാരം എന്താണ്? നിന്റെ ദീനിലെ വിജ്ഞാനത്തിന്റെ അളവെത്രയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, കൃത്യമായ അറിവോടുകൂടി സംസാരിക്കുക. കൃത്യമായ അറിവില്ലാതെ സംസാരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ തിന്മയാണ്. അള്ളാഹുവിന്റെ ദീനിൽ, അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നതിൽ പെട്ടതാണ്. മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തിയ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവില്ലാതെ ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന ആളുകളിൽ നിന്നും വിഡ്ഢികളിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.